ഹലോ ഹായ് ഡിയേഴ്സ് സിന്ധുര വ്ളോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യണം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നാളെ നമ്മുടെ 13ാമത്തെ വെഡ്ഡിങ് ആനിവേഴ്സറിയാണ്. അപ്പോൾ ചേട്ടനൊരു പാൻറ്റും ടീഷർട്ടും സെലക്ട് ചെയ്യാൻ വേണ്ടി ഞാനും ചന്ദ്രനും കൂടെ നമ്മുടെ ഷോപ്പിൻ്റെ തൊട്ട് താഴെയുള്ള ഈതൽ കളക്ഷനിലേക്കാണ് നമ്മൾ പോകുന്നത്. ഈ ഷോപ്പിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടെ സ്റ്റാഫ് ഏത് ഓണർ ഏതെന്ന് നമുക്കറിയത്തില്ല. അത്രയ്ക്ക് നല്ല ബോണ്ടിങ് ആണ് ഇവിടുത്തെ സ്റ്റാഫും ഓണറും തമ്മിൽ. അങ്ങനെ ഇവിടുത്തെ പിള്ളേരുമായിട്ടും ഞാനും നല്ല കമ്പനിയാണ്. കാരണം നമ്മളെ പാർലറിലാണ് അവർ ത്രെഡ് ചെയ്യാൻ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് നമ്മളെ വീട്ടിലെ പിള്ളേരെ പോലെ തമാശ പറയാനും ചിരിക്കാനും ഒക്കെ സ്വാതന്ത്ര്യമുള്ള പിള്ളേരാണ്. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ഇവിടെ കയറി ഏതെങ്കിലും ഒരു ടോപ്പ് നമ്മൾ കളർ കൊള്ളാം എന്ന് പറയുമ്പോൾ തന്നെ ദിവ്യ വന്ന് അതിലെല്ലാം വാരി വെളിയിടും. അപ്പോൾ ഞാൻ പറയും, നീ അങ്ങനെ വാരി ഇടല്, നമുക്ക് എടുക്കാൻ തോന്നും, അതുകൊണ്ട് നീ വാരി ഇടണ്ട എന്ന് പറയും. അത്രയ്ക്ക് നല്ല കളക്ഷനാണ്, നല്ല സെലക്റ്റഡ് ആണ്. അങ്ങനെ ചേട്ടന് പാൻസും ഷർട്ടും ഒക്കെ എടുത്തു. ചന്ദ്രു ഒരു സാരി അവിടെ സെലക്ട് ചെയ്ത് മാറ്റി വെച്ചു. ഇതൊക്കെ കഴിഞ്ഞ് ഞാൻ സെലക്ട് ചെയ്ത സാധനമായിട്ട് ഷോപ്പിൽ നിന്ന് പുറത്തേക്ക് വന്നു. അങ്ങനെ ഇതെല്ലാം ഷോപ്പിൽ കൊണ്ടുവച്ച ശേഷം വൈകിട്ട് വീട്ടിലേക്ക് വന്നിട്ട് ഞാൻ അലമാരയുടെ ഏറ്റവും താഴെ തട്ടിലേക്ക് ഇത് രഹസ്യമായിട്ട് വെച്ചിരിക്കുകയാണ്. അപ്പോൾ നാളെ ആൾ ഓർക്കോ ഇല്ലയെന്ന് അറിയണമല്ലോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ചിലപ്പം മറന്നു പോയിട്ടുണ്ടാവുമെന്ന്. പക്ഷേ രാവിലെ ഞാൻ നോക്കിയപ്പോഴത്തേക്ക് ആൾ ഫോണിൽ എന്തോ ഇങ്ങനെ കാര്യമായിട്ട് സെർച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ ചെന്ന് നോക്കിയപ്പോഴത്തേക്ക് ആൾ സ്റ്റാറ്റസ് ഇടുന്നതാണ്. നമ്മുടെ വെഡ്ഡിങ് ആനിവേഴ്സറി ആണെന്ന് പുള്ളിക്കാരന് മറന്നില്ല, ഓർത്തിട്ട് ആൾ സ്റ്റാറ്റസ് ഇടുകയാണ്. അതിനുശേഷം ഞാൻ പറഞ്ഞു, നമുക്ക് ഇങ്ങനെ ഒന്ന് അമ്പലത്തിൽ പോയിട്ട് വരാം. അപ്പോൾ 9 മണിക്ക് ആളിന് പണിക്ക് പോകണം. പക്ഷേ നമുക്ക് 1 മണിക്കൂർ നമ്മുടെ മുന്നിൽ സമയമുള്ളൂ. അപ്പോൾ 8 മണിക്ക് ഞാൻ പെട്ടെന്ന് പോയി കുളിച്ചിട്ട് വന്നിട്ട് ഞാൻ വാങ്ങിച്ച ഗിഫ്റ്റ് എടുത്തുകൊണ്ട് ആളിന് കൊടുത്തു. അപ്പോഴത്തേക്ക് ആൾ പറഞ്ഞു, അയ്യോ ഞാനൊന്നും വാങ്ങിയിട്ടില്ല എന്നാണ് പറഞ്ഞത്. പക്ഷേ അതെനിക്ക് മുന്നേ അറിയാമായിരുന്നു. കാരണം എല്ലാ പ്രാവശ്യവും വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് നമ്മൾ വൈകിട്ടാണ് എന്നെയും കൊണ്ട് പർച്ചേസിങ്ങിന് പോകുന്നത്. പക്ഷേ ഇപ്പം നമുക്ക് വൈകിട്ട് അങ്ങനെ പോകാൻ പറ്റത്തില്ല. കൊച്ചുങ്ങൾ ഒറ്റയ്ക്കാണ് വീട്ടിൽ. അപ്പോൾ അമ്മ ഇല്ലാത്തതുകൊണ്ട് ഇപ്പം അങ്ങനെയുള്ള രാത്രി സഞ്ചാരങ്ങളൊന്നും ഇല്ല. അപ്പോൾ അതുകൊണ്ട് അത് ഞാൻ നമുക്ക് വേണ്ട, പിന്നെ ഒരു ദിവസം പോകാമെന്ന് പറഞ്ഞ് ഒഴിവാക്കി. എന്നിട്ട് നേരെ നമ്മുടെ നാട്ടിലുള്ള ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രമുണ്ട്. അപ്പോൾ ദക്ഷിണ ഗുരുവായൂർ എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ആ അമ്പലത്തിലേക്കാണ് നമ്മൾ പോയത്. പെട്ടെന്ന് പോയി പെട്ടെന്ന് തൊഴുതിട്ട് വീട്ടിൽ വന്നു. കാരണം ചേട്ടൻ 9 മണിക്ക് പണിക്ക് പോകണം. എന്നിട്ട് എനിക്ക് ബാക്കി വീട്ടിലെ ജോലിയൊക്കെ ഒതുക്കിയിട്ട് വേണം പാർലറിൽ പോകാൻ. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് തന്നെ പോയിട്ട് പെട്ടെന്ന് തന്നെ തിരിച്ചു വന്നു. അത് കഴിഞ്ഞ് വൈകിട്ട് എനിക്കും ചേച്ചിക്കും ഒരു കല്യാണത്തിന് പോകാനുണ്ട്. അത് നമ്മുടെ ഒരു റിലേറ്റീവിൻ്റെ കല്യാണമാണ്. അപ്പോൾ അത് എൻ്റെ മോൻ പഠിച്ച സ്കൂളിൽ, അതായത് അവ LKG UKG ഒക്കെ പഠിച്ച സ്കൂളിൽ വെച്ചിട്ടാണ് അതിൻ്റെ റിസപ്ഷൻ, തലേ ദിവസത്തെ റിസപ്ഷൻ നടക്കുന്നത്. അപ്പോൾ എനിക്ക് സ്കൂളും കൂടെ കാണുമെന്നുള്ള ആഗ്രഹം കൊണ്ടാണ് ഞാൻ തലേ ദിവസം തന്നെ പോകാമെന്ന് വിചാരിച്ചത്. നാളെ പോകാൻ പറ്റത്തില്ല, നാളെ എനിക്ക് വർക്കുള്ളത് കൊണ്ട് എനിക്ക് അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല. അങ്ങനെ മോനെ ആക്കിയ സ്കൂളും ആ പഴയ ബസ്സും ഒക്കെ ഇങ്ങനെ കിടക്കുന്ന കണ്ടപ്പം എനിക്ക് ഭയങ്കര വിഷമം തോന്നി. കാരണം ഇപ്പോൾ ഇത് പൂട്ടിപ്പോയി, ഇപ്പോൾ ഇവിടെ പിള്ളേരൊന്നുമില്ല. അപ്പോൾ നമ്മൾ കൊച്ചുങ്ങളെ അന്ന് കൊണ്ടാക്കിയപ്പോഴത്തേക്ക് അവർ സ്റ്റേജും അവരെ ക്ലാസ് മുറിയും അതൊക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര വിഷമമാണ്. അങ്ങനെ എന്തായാലും കല്യാണപ്പെണ്ണെ കാണാമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അകത്തേക്ക് പോയി. അവളെ കുറച്ച് നേരം കണ്ട് സംസാരിച്ചപ്പോഴാണ് നമ്മുടെ പരിചയക്കാരാണ് സ്റ്റുഡിയോക്കാരെന്ന് മനസ്സിലായത്. അങ്ങനെ അവരോടൊക്കെ കുറച്ച് നേരം സംസാരിച്ചിട്ട് നേരെ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ മോൻ്റെ ഫസ്റ്റ് ക്ലാസ് LKG ക്ലാസ് ഞാൻ കണ്ടു. അപ്പോൾ ഞാൻ നേരെ അങ്ങോട്ട് പോയി വീഡിയോ എടുത്താണ്. ഇതാണ് മോൻ്റെ ക്ലാസ്. എനിക്ക് സത്യത്തിൽ വിഷമം തോന്നി. എത്രയൊക്കെയായാലും നമ്മൾ പഠിച്ച സ്കൂൾ ഇങ്ങനെ പൂട്ടിപ്പോകുമ്പോൾ, ഒരു പക്ഷേ അവിടെ പിള്ളേരുണ്ടായിരുന്നെങ്കിൽ നമുക്ക് വിഷമം വരത്തില്ല. അങ്ങനെ പൂട്ടിപ്പോയപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. അങ്ങനെ പിന്നെ നമ്മൾ കാപ്പിയൊക്കെ കുടിച്ചു. ഞാനും ചേച്ചി മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാവരും ഒത്തുകൂടെ നേരത്തെ വന്നു. നമ്മളാണ് താമസിച്ചത്. ഞാൻ പാർലറിൽ പോയിട്ട് വന്നതുകൊണ്ടാണ് ഒരുപാട് ലേറ്റായത്. കല്യാണ സ്ഥലത്തൊക്കെ കുറച്ച് പേരോടൊക്കെ യാത്ര പറഞ്ഞ് നമ്മൾ നേരെ അവിടെ നിന്ന് ഇറങ്ങി. കാരണം ഒരുപാട് നേരം നമുക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം ചേട്ടന് നൈറ്റ് പണിയുണ്ട്. ആൾ ജോലി സ്ഥലത്തുനിന്ന് വന്നിട്ട് വേറൊരു ജോലി സ്ഥലത്തേക്ക് നൈറ്റിന് പണിക്ക് പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ വെഡ്ഡിങ് ആനിവേഴ്സറി ഇങ്ങനെയൊക്കെ അങ്ങ് ബിസി ആയിപ്പോയി. ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ വീഡിയോയിലെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ കണ്ടതിൽ ഒരുപാട് സന്തോഷം. ഓക്കെ, ബൈ ബൈ.